നമുക്ക് ഒന്നുകൂടി ഒന്ന് ഗുരുവായൂർ പോയാലോ? പോകാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഞാൻ എന്തായാലും അമ്പലവും ചുറ്റുപാടൊക്കെ ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ ഒരു തവണയും കൂടി എനിക്കൊരു ചാൻസ് കിട്ടി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത്തവണ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരാണ് എൻ്റെ ബെസ്റ്റ് കമ്പാനിയൻ അമ്പലങ്ങളിൽ പോകാനായിട്ട്. ചെറുതിലെ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ എന്തൊരു ട്രിപ്പ് പോണ ഒരു ഫീലാണ്. ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്ന് വൈകുന്നേരമാണ് കേട്ടോ അമ്പലത്തിൽ പോവുക. ഒരു 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ എത്തേണ്ട രീതിയിൽ ചെല്ലും. എന്നിട്ട് തൊഴുത് ശീവേലൊക്കെ തൊഴുത് വൈകുന്നേരം വരുമ്പോൾ ഒരു മസാല ദോശയും കഴിച്ച് വരും. അതായിരുന്നു ഞങ്ങളുടെ റൊട്ടീൻ. അതുകൊണ്ട് എല്ലാ മാസവും ഒരു തവണയെങ്കിലും ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകും കേട്ടോ. അതുകൊണ്ട് തന്നെയാണോന്ന് അറിയില്ല, എനിക്ക് ഗുരുവായൂർ അമ്പലത്തിനോട് ഭയങ്കര ഒരു അടുപ്പാണ്. എത്ര തവണ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇന്ന് പോയി നാളെ പോകണോ, ഞാൻ റെഡിയാണ് പോകാനായിട്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട്. അവിടെ പോയവർക്കറിയാം വീണ്ടും വീണ്ടും നമ്മൾ ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഗുരുവായൂരപ്പൻ്റെ മായാജാലത്തിലുണ്ട് കേട്ടോ. ഇത്തവണ ഞാൻ ഡബിൾ ഹാപ്പിയാണ്, കാരണം എനിക്ക് പ്രസാദവും കൂടി കിട്ടി. എല്ലാ പ്രാവശ്യവും പ്രസാദത്തിന് ചീട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടാണ് ഞാൻ വരാറ്. പക്ഷെ ഇത്തവണ പ്രസാദവും കിട്ടി. ഗുരുവായൂരപ്പൻ്റെ പ്രസാദവും കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഹാപ്പി.